കുട്ടികൾക്കും ഇമോഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം അവരിതിന് തെറ്റാണ്, നീ ഇതിന് ഗുണമില്ല, നീ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ഇമോഷണലി പുൾ ഡൗൺ ചെയ്യുക. ആ പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് കയറി വരണമെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷേ വി ഷുഡ് ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് റാദർ ദാൻ അവരെ കുറ്റപ്പെടുത്തുന്നു. ഉപദേശം കൊടുക്കുന്നത് ഇറ്റ് ഈസ് നമുക്ക് ഈസിയർ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ കുട്ടിക്ക് അത് എടുക്കാനായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉപദേശം കൊടുക്കാതെ ട്രൈ ടു ഐഡൻറ്റിഫൈ വാട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് കുറച്ച് സമയം എടുക്കും, നമ്മൾ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ആ പ്രശ്നം കണ്ടുപിടിച്ച് അതിനൊരു ചെറിയ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ലൈഫ് ലോങ് അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ തെറപ്പി എന്നൊന്നും പറയണ്ട, പക്ഷെ കുറച്ച് നേരം പേരൻസ് കുട്ടികളുടെ ഇരുന്നിട്ട് അവരെന്താ പ്രശ്നം അവർ ഈ പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ഒരു ടീച്ചർ പേരൻറ് മീറ്റിങ്ങിന് പോയിട്ട് കുറേ കുറ്റം കേട്ടിട്ട് വീട്ടിൽ വന്ന് ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനെക്കാട്ടും ട്രൈ ടു ഐഡൻറ്റിഫൈ എന്താണ് ആ ടീച്ചർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്ന ആ ഒരു ഇത്, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ട് തീർക്കാവുന്ന പ്രശ്നം നമ്മളത് വലുതാക്കുന്നതാണ്. അപ്പം ഇറ്റ്സ് ബേസിക്കലി അവർക്ക് ആ കുഞ്ഞിലേ കൊടുക്കുന്ന കോൺഫിഡൻസ്, കുഞ്ഞിലേ കൊടുക്കുന്ന ഇമോഷൻ, നമ്മുടെ വീട്ടിലത്തെ സിറ്റുവേഷൻ വാസ് ഓൾസോ വി ഷുഡ് മേക്ക് എ ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ ഫോർ ദം ടു ലേൺ.